ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയുണ്ട്. ഞാൻ മുരുകസ്വാമിക്ക് വെറ്റില ദീപം കൊളുത്താറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ ഗണപതി എടുത്തു വെച്ചത്. എല്ലാത്തിൻ്റെ ആദ്യം ഗണപതിയാണല്ലോ. ഇനി നമുക്ക് മുരുകനെ എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് വെറ്റില ദീപത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഐശ്വര്യമായിട്ട് ചേട്ടനും അനിയനും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു മാലയൊക്കെ കെട്ടാം. ഗണപതി വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് മാലയൊന്നും കെട്ടാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മാത്രം ഗണപതിയൊക്കെ വെക്കാം. മുരുകന് നല്ലൊരു മാലയൊക്കെ കെട്ടാം. കൈ കിട്ടിയത് ഈ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു മാലയൊക്കെ കോർത്തിട്ടുണ്ട്. ഇത് കെട്ടിയ മാലയല്ല കേട്ടോ, കോർക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊക്കെ അങ്ങോട്ട് ചാർത്തി മുരുകനെ കുറച്ചുകൂടെ അഴകനും സുന്ദരനും ആക്കാം. അങ്ങനെ രണ്ടുപേരെ ഒരുക്കി ഞാൻ വിളക്കും ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റില ദീപത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അതിനാദ്യം വേണ്ടത് വെറ്റിലയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെറ്റിലയാണ്. ഇത് കൃഷ്ണ വെറ്റിലയാണ്. മറ്റേ വെറ്റിലയായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു 6 വെറ്റിലയാണ് വേണ്ടത്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോറലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചിലതൊക്കെ ഇങ്ങനെ പുഴു അരിച്ചൊക്കെ ഇരിക്കും. അങ്ങനത്തെ ഒന്നും എടുക്കാൻ പാടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം വെറ്റില. ഇനി ഒരു മൺചിരാതെടുത്ത് 6 വെറ്റിലയുടെയും കാമ്പൊടിച്ച് ആ മൺചിരാതിലേക്ക് ഇടണം. എന്നിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് ഇത് കത്തിക്കുന്നത്. ഇനി നമ്മുടെ വെറ്റിലയൊക്കെ ഒന്ന് അലങ്കരിക്കുക. അതിനുവേണ്ടി ഞാൻ മഞ്ഞളും കുങ്കുമമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലേറ്റൊക്കെ നമുക്കൊന്ന് അലങ്കരിക്കാം. അതും മഞ്ഞളും കുങ്കുമം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം അലങ്കരിക്കാം കേട്ടോ. ഈ വെറ്റില ദീപം സാധാരണ ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് വെക്കുന്നത്. തമിഴ് കടവുളാണല്ലോ മുരുകൻ. അവർക്ക് എന്തിനും ഏതിനും മുരുകനായതുകൊണ്ട് അവരാണ് ചൊവ്വാഴ്ചകൾ കൂടുതലും വെറ്റില ദീപം വെക്കാറുള്ളത്. ഇത് വെക്കേണ്ട ടൈമുണ്ട്. ചൊവ്വ ഘോരയെന്ന് പറയും. രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, വൈകുന്നേരം 8 to 9 അങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി നമ്മുടെ തട്ടത്തിലേക്ക് ഓരോ വെറ്റിലയും എടുത്ത് വെക്കാം. 6 വെറ്റിലയും മയിലിൻ്റെ പീലി പോലെ അടുക്കി അടുക്കി നമ്മൾ വെക്കണം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ ഭഗവാനോട് പറയണം. ഇതുപോലെ നമ്മൾ 9 ചൊവ്വാഴ്ച ഈ ഒരു വെറ്റില ദീപം കത്തിച്ചേക്കാം, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത്. ഞാൻ പെട്ടെന്നാണ് മുരുകഭക്തി ആയത്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ പളനിക്ക് പോയത്. ആ ഒരു നിമിഷം തൊട്ട് ഈ ഒരു നിമിഷം വരെ ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ. പണ്ട് എനിക്ക് ശിവപുരാണങ്ങളും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ വിളിക്കാത്തൊരു ദൈവമായിരുന്നു. പളനിക്ക് മാലയിട്ട് കണ്ട വിത്തിൻ സെക്കൻഡ് ഫാനായിപ്പോയി. അപ്പോൾ അതാണ് ഞാനും മുരുകനും തമ്മിലുള്ളൊരു കണക്ഷൻ. ഇപ്പോൾ നമ്മൾ വെറ്റിലയെല്ലാം തട്ടത്തിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മൺചിരാതില്ലേ, കാമ്പെല്ലാം എടുത്ത് വെച്ച മൺചിരാത്, അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യാണ് ഏറ്റവും ബെറ്റർ. ചിലവർ നല്ലെണ്ണ യൂസ് ചെയ്യാറുണ്ട്, എങ്കിലും ഏറ്റവും ബെറ്റർ നെയ്യ് തന്നെയാണ്. ഇനി നമ്മൾ ആ മൺചിരാതെടുത്ത് ആ തട്ടത്തിൻ്റെ നടുക്കോട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് വെറ്റില ദീപം. ഇനി നമുക്കൊന്ന് അലങ്കരിക്കുകയൊക്കെ ചെയ്യാം. അതിനും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വെറ്റില ദീപമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു അസുഖം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ചന്ദനത്തിരി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനത്തെ സാമ്പ്രാണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുഗന്ധം കിട്ടുമല്ലോ. അതും രാവിലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു സാമ്പ്രാണിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വെറ്റില ദീപത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കത്തിക്കുന്നത് രാവിലത്തെ ടൈമിങ്ങിനാണ്. 6 to 7 ആ ഒരു ടൈമിങ്ങിനാണ് ഞാൻ കത്തിക്കുന്നത്. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര.
പ്രാർത്ഥിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിഷ്ടമുള്ള സ്തുതി ഭഗവാന്റെ സ്തുതി ചൊല്ലാം. സ്കന്ദഷഷ്ഠി കവചമുണ്ട്, വേൽമാറലുണ്ട്, തിരുപ്പുകളുണ്ട്. അപ്പം ഞാൻ കൂടുതലും സ്കന്ദഷഷ്ഠി കവചമാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെറ്റില ദീപം കത്തിക്കാറുള്ളത്. അപ്പം ഇങ്ങനെ വെറ്റില ദീപം കത്തിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം കത്തിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. This is Nidhi signing off. Take care, bye.